നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സൺഡേ ആയിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ തന്നെ പോത്ത് വാങ്ങിച്ചിട്ട് വന്നു. കുറേ ദിവസമായി പോത്ത് വെച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ വന്ന ശേഷം ഇതുവരെ പോത്തൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നെട്ടയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായല്ലോ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ ചെന്ന് വാങ്ങിച്ചു. ഇവിടെ ആഴ്ചയിൽ എന്നും വാങ്ങുന്ന സാധനം കേട്ടോ ഈ പോത്ത്. എനിക്കും വേദിക്കുകയാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. എന്തായാലും രാവിലെ തന്നെ പോത്ത് കറി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. പുട്ടും പോത്ത് കറിയും. പിന്നെ അതേ ഉച്ചത്തേക്ക് കപ്പ പുഴുങ്ങുന്നുണ്ട്. കപ്പ വെച്ചാൽ പിന്നെ ഇവിടെ ചോറ് പോകത്തില്ല കേട്ടോ, അത് ബാക്കി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് മില്ലറ്റ് റൈസ് ഇട്ടു. അത് തന്നെ അച്ഛനും മോക്കും കൊടുക്കാമെന്ന് കരുതി. പിന്നെ എനിക്കെന്തോ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാനൊരു കൊതിയായിട്ട് ഞാൻ ഏട്ടനോട് പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും സത്യമായിട്ടും എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു. പൈനാപ്പിൾ, പോത്ത്, പിന്നെ കൊച്ചുള്ളിയൊക്കെ ഏട്ടൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോളയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ വെക്കുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ 9:30 മണി കഴിഞ്ഞു കേട്ടോ. വേറൊന്നുമല്ല, പോത്ത് വേവാനുള്ള താമസം. കുറച്ച് വിസിൽ കേൾപ്പിക്കേണ്ടി വന്നു പോത്ത് വേവാനായിട്ട്. പിന്നെ എല്ലാമൊക്കെ റെഡിയാക്കി വച്ചിരുന്നത് കൊണ്ട് വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇറങ്ങി വന്നപ്പോൾ 8 മണി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. ഒത്തിരി ലേറ്റായി. ഒത്തിരിയല്ല, കുറച്ചൊന്ന് ലേറ്റായി. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ രാവിലെയാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ എണീറ്റൊക്കെ വന്നപ്പോൾ ലേറ്റായി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും വേദ എന്തൊക്കെയോ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി വേദയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും വേദ ചെയ്ത പരീക്ഷണങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷേ സംഭവം കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയില്ല. വേദ ഭയങ്കര ടേസ്റ്റി ആയിട്ട് അത് അത്രയും അവൾ തന്നെ കഴിച്ചായിരുന്നു. വേദ മനോജ് തന്നെയാണ് അവളുടെ ചാനൽ. അതങ്ങനെ അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോൾ വേദ വീഡിയോസൊക്കെ ഇടും. വേദയ്ക്ക് ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ ഇടാനായിട്ട്. പക്ഷേ ആൾക്ക് ഫോണില്ല. നമ്മൾ ആരെങ്കിലും എടുത്തു കൊടുക്കണം. പിന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇടണം. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ വേറെ ഏതിലെങ്കിലും തിരിച്ചാൽ പിന്നെ പഠിത്തം അവിടെ ജാമാവും. അതുകൊണ്ട് ഞാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല. വല്ലപ്പോഴും ഇങ്ങനെ സൺഡേ ഒക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തനിയൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കേട്ടോ. എനിക്ക് പഠിത്തമൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നു. മില്ലറ്റ് റൈസും കപ്പയും ബീഫല്ല പോത്തും കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയില്ല, ഇന്ന് ഞാൻ പോത്ത് വെച്ചത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത്രയും നാൾ വെച്ചതിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വയ്ക്കുമ്പോൾ പോത്തിന് ടേസ്റ്റ് കൂടുതലുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഇറച്ചിയുടെ ആണോ ഞാൻ വെച്ചതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, നല്ലതായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മില്ലറ്റ് റൈസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൈസ് വയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ച് തണുത്തപ്പോഴേക്കും ഇങ്ങനെ ഡ്രൈ ആയിരിക്കുകയാണ്. പക്ഷെ നല്ല വെന്ത് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. എനിവേ ആ മില്ലറ്റ് റൈസും ആ പോത്തും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു അസാധ്യ ടേസ്റ്റായിരുന്നു. പക്ഷേ വല്ല ചപ്പാത്തിയോ രാവിലെ പുട്ടും പോത്തും കൂടെ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഗോതമ്പ് പുട്ടായിരുന്നു കേട്ടോ. അത് ഈ മില്ലറ്റ് റൈസിനെക്കാട്ടിയൊക്കെ ടേസ്റ്റായിരുന്നു. ചൂടോടെ വച്ച് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ മില്ലറ്റ് റൈസും പോത്തും കൂടി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് റൈസ് ചിക്കനോടും ഈ ബീഫിനോടൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ചപ്പാത്തിയൊക്കെയാണ് ഇഷ്ടം. ഏത് തന്നെയാണെങ്കിലും പോത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് നല്ലതായിട്ട് മുടിയൊക്കെ കെട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി കെട്ടിയില്ലേ വീട് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളായിട്ട് എനിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ലിപ്സ്റ്റിക്ക് വിട്ട് മുടിയൊക്കെ കെട്ടി ഭംഗിയായിട്ട്. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും എന്നെ ഈ കോലത്തിൽ കാണുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് ഒരുങ്ങി കെട്ടി പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ആ ചുരിദാർ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഭയങ്കര ബ്ലാക്ക് കോഫി അഡിക്റ്റഡാണ്. അങ്ങനെ ബ്ലാക്ക് കോഫി ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉറങ്ങലുണ്ട്. അത് ഞാൻ ഗ്രാജുവലി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ സമയമാകുമ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇങ്ങനെ ഉച്ചയാകുമ്പോൾ ഭയങ്കര ഒരു ക്ഷീണമൊക്കെ വന്നാൽ ഭയങ്കര ഒരു ഇതല്ലേ. അതുകൊണ്ടാണ് ഞാനത് മാറ്റണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നെന്തോ ഫോൺ കിടന്ന് ഉച്ചയ്ക്ക് ഒന്ന് വീണ്ടും മയങ്ങി. അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഉച്ച സമയമാകുമ്പോൾ ഗ്രാജുവലി ഉറക്കം വരും. അതൊരു അഴുക്ക ചീത്ത സ്വഭാവമാണ്. അതുകൊണ്ട് അത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. ഇന്നലെ ഞാൻ ഉറങ്ങാണ്ട് പിടിച്ചിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ എന്തോ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് വന്ന് മുടിയെല്ലാം വാരി കെട്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോൺ തന്നെ കേട്ടോ മെയിൻ പ്രധാന കാര്യം. ജോലി കഴിഞ്ഞാൽ ഫോണും കൊണ്ട് ഇരിപ്പാണ്. പിന്നെ വൈകുന്നേരം വരെയും കിടന്നുറങ്ങുന്നത് വരെയും ഫോണിൽ തന്നെ കേട്ടോ കളി. അപ്പോഴേക്കും സൺഡേ അല്ലേ, പിള്ളേർ സെറ്റുകളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. ഇവർ ഭയങ്കര യൂണോ കളിക്കാരാട്ടോ. ഇത് തന്നെയാണ് പരിപാടി. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. എല്ലാവരും ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. ആരെയും കാണാൻ കൂടിയില്ല. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫ്രീ ആയി ഒരു 1.5 മണിക്കൂർ കളിച്ചിട്ട് അവർ അപ്പോഴേ പിരിഞ്ഞു കേട്ടോ. മറ്റത് സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ രാവിലെ തുടങ്ങും എല്ലാവരും കൂടി കളി.
വൈകുന്നേരം ഒരു 7-8 മണി വരെയും കളിയാണ്. കൂടുതലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാനും ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് എല്ലാവരുമൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നുള്ളൂ. സൺഡേ ഈവനിങ് ഒക്കെ കുറച്ച് സമയം. പിന്നെ എല്ലാവർക്കും ട്യൂഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ കുട്ടികളെ കാണുന്നത് വളരെ കുറവാട്ടോ. പുറത്ത് ബോയ്സ് ടീം കളിക്കുകയാണ്. ആ ദിവസം കൗതും വേറെ ആരും ഇല്ല കേട്ടോ, അവർ രണ്ടുപേരും കളിക്കുകയാണ്. ഈ പെൺപിള്ളേരെ അവന്മാരെ കൂട്ടത്തില്ല കേട്ടോ. ആദ്യമൊക്കെ അവന്മാർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇവിടെ പെൺപിള്ളേരല്ലേ കൂടുതൽ, അവരെല്ലാവരും കളിക്കാൻ പോയി അവന്മാരിങ്ങനെ നോക്കിയോണ്ട് നിൽക്കേണ്ടി വരും. പക്ഷെ ഇപ്പം ഗൗതുവിന് ആദൂസിനെ കൂട്ട് കിട്ടി, ആദൂസിന് ഗൗതുവിനെയും കൂട്ട് കിട്ടിയപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അകത്തിരുന്നിട്ട് എനിക്ക് തന്നെ ബോറടിക്കുന്നു സത്യം കേട്ടോ. ഫോണൊക്കെ കണ്ട് എൻ്റെ കണ്ണ് വേദനിച്ചിട്ട് പാടില്ല. വേറെ എന്ത് ചെയ്യാനാ സത്യം. ഞാൻ കരുതാണ് ഈ ഫോണൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം തള്ളി നീക്കിയിരുന്നത് എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ഫോണില്ലാണ്ടൊരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഞാനിങ്ങനെ എൻ്റെ സൗന്ദര്യം തന്നെ ആസ്വദിച്ച് നിൽക്കുകയാണ്. എൻ്റെ ആമ മോതിരം, എൻ്റെ കരിമണി മാല ഞാൻ ചെയ്യിച്ച മാലയാണ്. ജോസ്കോയിൽ മോഡൽ കൊടുത്തിട്ട് ചെയ്യിച്ചതാണ്. പിന്നെ ആമ മോതിരം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ അതിലൊന്നും അധികം വിശ്വസിക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ആശുപത്രി കേസുകൾ കുറേ വന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ആമ മോതിരം ഇട്ടിട്ടാണോ എന്നുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇനി എന്തിട്ടാലും എന്ത് ചെയ്താലും നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അത് നടന്നിരിക്കും. ഞാൻ ഫോൺ കാണുന്നത് കണ്ട് വേദ പിടിച്ച് വാങ്ങിച്ച് വയ്ക്കുക, അവൾ കാണാണ്ട് വീണ്ടും ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ വേദ വീണ്ടും പിടിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് എന്നെ വഴക്ക് പറയണം, മേലിൽ ഇനി ഫോൺ എടുത്ത് പോരുത്, എപ്പോഴും ഫോണ് തന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വേദ എന്നെ വഴക്ക് പറയണം കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യണ്ട, ആ കൊച്ചു തള്ളേ ചെയ്യുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും കമൻറ്റ്. ഞങ്ങൾ ആക്ച്വലി കളിക്കുന്നതാണ്, അടി കൂടുന്നതൊന്നുമല്ല. എനിക്കത് അവൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തോടെ സന്തോഷമാണ്, ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കില്ലാത്ത വിഷമം ആർക്കും വേണ്ട കേട്ടോ. അല്ലാതെ കൊച്ചു ചെയ്യുന്ന നോക്കി അത് എന്ത് ഉപദ്രവം ചെയ്യുന്നു തള്ളേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കമൻറ്റ്സ് വരുന്നത്. പക്ഷേ ഒരു പരിധി വരെ ഇപ്പോൾ കമൻറ്റ്സ് കുറവുണ്ട്. ഞാൻ എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ചിലർ പറയും ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്താൽ വീണ്ടും വരുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ വിഷമമുള്ളവർ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർ വലിയ വിഷമിച്ച് ബുദ്ധിമുട്ടി കാണണ്ടല്ലോ, ആരും അങ്ങനെ കാണണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ സത്യം ഭയങ്കര സമാധാനമുണ്ട് കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ. ഫേസ്ബുക്കിലായാലും ഭയങ്കര സമാധാനം. മറ്റത് ഫേസ്ബുക്കൊന്നും തുറക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പക്ഷെ വളരെ നല്ലൊരു തീരുമാനമാണ് ഞാൻ എടുത്തതെന്ന് എനിക്കിപ്പം മനസ്സിലായി കേട്ടോ. എന്തായാലും നമുക്ക് അവരുടെ ആരുടെയും വായൊന്നും മൂടിക്കെട്ടാനും പറ്റത്തില്ല. നമ്മൾ കേസിന് പോകാമെന്ന് വെച്ചാൽ ഒന്നല്ല, അതിന് സപ്പോർട്ട് ചെയ്ത് 100 പേരാണ് വരുന്നത്. ഒരുത്തൻ ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, അതിൻ്റെ താഴെ ആ കമൻറ്റ് കണ്ടിട്ട് എന്തോ വലിയ സംഭവം എഴുതി വേറെ കുറേ പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരാളെ മാത്രമായിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്, ബ്ലോക്ക് ചെയ്യുക, സമാധാനം, സന്തോഷം. അവർക്ക് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല, എന്നിട്ടും നമ്മൾ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നു എന്നാണ് പറയുന്നത്. ആ വിഷമമുള്ളവരെ നമ്മൾ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ അവർ കാണണ്ടല്ലോ, ആ വിഷമവും വേണ്ട. എന്തായാലും രാത്രി ആയിട്ടുണ്ട്. എന്നത്തെയും പോലെ സ്ഥിരം പരിപാടിയാണ്. നാളെ വേദയ്ക്ക് സ്കൂളുണ്ട്. അപ്പം ഞാൻ ചോറ് കൊടുത്തു വിടാമെന്ന് കരുതി, ചോറും മോരും ഓംലറ്റും കൊടുത്തു വിടാമെന്ന് കരുതി. വേറെ പച്ചക്കറിയൊക്കെ കിടപ്പുണ്ട്. സാമ്പാർ പച്ചക്കറിയൊക്കെ ആട്ടോ ഉള്ളത്, സാമ്പാർ വയ്ക്കാനുള്ളത്. സാമ്പാർ നാളെ വയ്ക്കുന്നില്ല. നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോൾഡ് ഓട്സ് ഉപ്മാവ് ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അത് ഡയറ്റ് ചെയ്തപ്പോൾ കഴിക്കാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാം എന്നൊരു പ്ലാനും. ഉച്ചയ്ക്ക് ചോറിൻ്റെ എൻ്റെ ഗ്ലാസിൻ്റെ അളവ് കണ്ടോ, ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിലാണ് ഇടുന്നത്, എന്നിട്ട് ബാക്കി വരും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ബീഫ്, ഏട്ടന് നാളെ ബീഫ് കാണും. അപ്പം നാളെയും ഞാൻ ജോലിയൊന്നും ഉണ്ടാവില്ല. അമ്മയാണെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നു, വരാതെന്തേ ചെയ്യും. അതേപോലെ ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേദയെ വിളിച്ച് പിണക്കം പരിഭവമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എപ്പോഴും അവിടെ പോയി നിൽക്കാൻ പറ്റും, നമ്മളിവിടുത്തെ കാര്യം കൂടി നോക്കണ്ടേ. അതുകൊണ്ട് പോയില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ആഴ്ച ഇനി പോകണം. ചിലപ്പോൾ ഞാൻ നാളെ മറ്റന്നാളൊക്കെ പോകും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ കണ്ടോ, രാവിലത്തെ ഗോതമ്പ് പുട്ടായിരുന്നു. അതിൻ്റെ ബാക്കി മാവിനെ നനച്ച് ഞാൻ പുട്ടുക്കുറ്റിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി വേവിച്ചെടുത്താൽ മാത്രം മതി. എന്ത് ജോലി എളുപ്പമെന്ന് നോക്കിയേ. ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ ജോലികളെല്ലാം എളുപ്പമാക്കാനായിട്ട്. ഇപ്പോഴേ വേവിക്കുന്നത് കൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ നെയ്യെല്ലാം ഇങ്ങനെ കട്ടയായിട്ട് തണുത്തപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. ഒന്ന് ചൂടായപ്പോൾ അതൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ദിവസം ഇത്രയേ ഉള്ളൂ വിശേഷം എന്ന് പറയുന്നത്. എത്ര പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് നോക്കിയത്. ജനുവരി 19 വളരെ പെട്ടെന്നല്ലേ. നമ്മുടെ ചീമയുടെ ഡെലിവറി ഒക്കെ അടുത്ത് വരികയാണ്. ഇന്നലത്തെ പോലെ അവൾ വന്ന് ക്യാരിയിങ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഡെലിവറി അടുത്തു, കുഞ്ഞുവാവ വരാൻ പോകുന്നു. എത്ര പെട്ടെന്നാണ് 8 months സ്റ്റാർട്ടായി കേട്ടോ.
വളരെ പെട്ടെന്ന് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുകയാണ്. ഓരോ ദിവസവും തള്ളി നീക്കുന്ന പാട് നമുക്കും അറിയാം കേട്ടോ. എങ്ങനെ ഏത് ഇനി നാളെ എന്ത് ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. വീട്ടിലെ വിശേഷം തന്നെയാണ്, വേറെ അധികം വിശേഷമൊന്നുമില്ല. പിന്നെ നെട്ടയത്തെങ്ങാനും പോവുകയാണെങ്കിൽ നെട്ടയും വിശേഷമായിട്ട് കാണാം. എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. ട്രാവൽ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ്, നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈല് ഒക്കെ കാണുന്നവരാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.